എഗെയിൻ തമിഴിൽ നിന്ന് ഒരു ഫീൽ ഗുഡ് പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. പറന്തിപ്പോ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഇവർക്ക് മാത്രം എവിടെ നിന്നാണ് ഇത്ര ഫീൽ ഗുഡ് പടങ്ങൾ എനിക്ക് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ക്വാളിറ്റി സാധനം, നൈസ് പടം കേട്ടോ. 2 മണിക്കൂർ ഫൺ റൈഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമ. ഫ്രം ദ ഡയറക്ടർ ഓഫ് പേരൻപ് റാം, അങ്ങേരുടെ സിനിമ തന്നെയാണ്. പറയാലോ ക്വാളിറ്റി സാധനമായിരിക്കുന്നത്. 2 മണിക്കൂർ ആദ്യമായിട്ടാണ് ഒരു പടം ഞാൻ ഇളിച്ചോണ്ടിരുന്ന് കാണുന്നത്. അത് എന്തിനു ഇളിച്ചു എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇങ്ങനെ പൊട്ടനെപ്പോലെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. നോയ്സ് പടം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഫ്രം ദ ഫസ്റ്റ് ആ ഒരു സീൻ തൊട്ടിട്ട് ഇതില് ഗോകുൽ പറഞ്ഞ ക്യാരക്ടർ ചെയ്ത മിർച്ചി ശിവയുടെ ലൈഫിന്റെ ഒരു പാട്ടാണ് നമ്മൾ തോന്നും. നല്ല രസത്തിൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പേഴ്സണലി. സോ നമ്മൾ എപ്പോഴും പറയല്ലേ, പ്യുവർ സിനിമ ഡസൻ നീഡ് മാസ് സീൻസ് അല്ലെങ്കിൽ ഗിമ്മിക്സ്, ഭയങ്കര ലൗഡ് നോയ്സ് ഒന്നും വേണ്ട. ജസ്റ്റ് നീഡ് ഹാർട്ട്, ആൻഡ് ദിസ് ഈസ് സോ റിച്ച് അറ്റ് ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. സോ ഇതിൽ കാസ്റ്റ് പറയുമ്പോൾ ഗംഭീര കാസ്റ്റ് ആണ്. മിർച്ചി ശിവയുണ്ട്, അതേപോലെ ഗ്രേസ് ആന്റണി, അഞ്ജലി, അജു വർഗീസ്, വിജയ് യേശുദാസ്, എല്ലാവരും ഒന്നിനൊന്ന് കിടിലം പെർഫോമൻസ് ആയിരുന്നു. സോ ഇതിൽ എങ്ങനെയാ വെച്ചാൽ ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ് പറഞ്ഞു പോകുന്ന സിനിമയാണ്. അതിന്റെ ഇടയിൽ പലരുടെ ഇമോഷൻസും അവർക്ക് ലൈഫിനോടുള്ള പേഴ്സ്പെക്ടീവ്സ് എല്ലാം നല്ല വൃത്തിക്ക് എടുത്ത് പറയുന്നുണ്ട്. ഇതിലൊരു അപ്പൂപ്പനെ കാണിക്കുന്നുണ്ട്. അങ്ങേര് ഓപ്പൺ സ്പേസിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങേര് പേര് അങ്ങേര് പറയുന്നത് എംപറർ എന്നാണ്. അതായത് എന്തോ ആയിക്കോട്ടെ, എന്റെ ലൈഫിൽ ഞാൻ എംപറർ ആണ്. അതേപോലെ തന്നെ അഞ്ജലിയുടെ ഒരു ലൈഫ് പറയുന്നുണ്ട്. അഞ്ജലിക്കൊക്കെ ചെറിയ സീനേ ഉള്ളൂ, പക്ഷെ എന്തൊരു രസത്തിൽ ആള് പെർഫോം ചെയ്തിരിക്കുകയെന്ന് അറിയോ. മണി കാൺ ബൈ ഹാപ്പിനെസ്, മണി വേണ്ട, എനിക്ക് ഈ ലൈഫിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, എന്റെ ഈ ചെറിയ ലൈഫിൽ ഞാൻ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ അഞ്ജലി. അഞ്ജലിയുടെ ഭർത്താവായിട്ടാണ് അജു വർഗീസ് വരുന്നത്. ആകെ 2-3 ഡയലോഗ് എന്തേ ഉള്ളൂ, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങേരാണ് വെച്ചാൽ ഈ പൈസയും അതേപോലെ തന്നെ ഈ ലക്ഷറി ലൈഫിനേക്കാളും ലവിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മിർച്ചി ശിവയുടെ ക്യാരക്ടർ വന്നിട്ട് ഇങ്ങനെ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു പെർഫോമൻസ് എനിക്ക് തോന്നി. യൂഷ്വലി അങ്ങേര് സ്പൂഫ് പടങ്ങളും കൊമളിത്തര കാണിക്കുള്ളൂ. ഇതിൽ ഗോകുൽ പറഞ്ഞ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. ആൻഡ് ഈ സിനിമയുടെ ഷോ സ്റ്റീലർ വേറെ ആരുമല്ല, ഗ്രേസ് ആന്റണി. എന്തൊരു ഗ്രേസ് ആയിരുന്നു എന്ന് അറിയൂ. കിട്ടില്ലൻ പെർഫോമൻസ് ആയിരുന്നു. അതായത് ആള് ശരിക്കും ഒരു തമിഴത്തിയാണോ തോന്നിപ്പോവും, അത്രയും ഫ്ലുവന്റ് ആയിട്ടാണ് ആള് തമിഴ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ മൈന്യൂട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, ചിലത് നമ്മൾ ശ്രദ്ധിക്കും. ഇതിൽ ഗ്രേസ് ആന്റണിയുടെ ക്യാരക്ടർ ആള് കോയമ്പത്തൂർ സാരി ബിസിനസ് എന്തോണ്. ഈ ഫാമിലി ആയിട്ട് പിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ആൾ അധികം ഫോണിലൂടെ സംസാരിക്കുന്നതോ അധികം ഹാപ്പി ആയിട്ടൊന്നും കാണില്ല. പക്ഷെ ആള് തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഇതിൽ ഇവരുടെ മകനായിട്ട് അഭിനയിച്ച പയ്യൻ കിടുവായിരുന്നു, അടിപൊളിയായിരുന്നു. സോ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഈ അടി, കുത്ത്, കൊലപാതകം, വയലൻസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ഫീൽ ഗുഡ് സിനിമ. വേണമെങ്കിൽ നമുക്ക് പറയാം ഈ മെയ്യഴകൻ, മദ്രാസ് മാറ്റിനി, 3 BHK, ടൂറിസ്റ്റ് ഫാമിലി, ആ ഒരു ലിസ്റ്റിലോട്ടൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു സിനിമയാണ്. വിജയ് യേശുദാസ് വരെ കിടിലായിട്ട് തന്നെ പെർഫോം ചെയ്തിരിക്കുന്നത്. അതായത് ഓരോ ഫാദേഴ്സ് ആൻഡ് റിലേഷൻഷിപ്പ് ഓരോന്നായിരിക്കും. അത് നല്ല വൃത്തിക്ക് തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ 7 ഭാഷകളിൽ അവൈലബിൾ ആണ്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല, അതെനിക്കറിയില്ല. സോ പേരൻപിന്റെ കാര്യം തന്നെ ഇറ്റ്സ് നോട്ട് എവറിബഡീസ് കപ്പ് ഓഫ് ടീ. പേഴ്സണലി എനിക്ക് പേരൻപ് അത്ര വർക്കായിട്ടില്ല. അത് പറയുന്നതിൽ എനിക്കൊരു നാണക്കേടും ഇല്ല. പക്ഷെ ഈ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ കണ്ടു നോക്കുക. ചിലപ്പോൾ ഇഷ്ടമാവും, ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ട്രൈ ഇറ്റ് ഔട്ട്.